എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബേസിക് കുക്കിംഗ് സീരീസിലെ അടുത്ത റെസിപ്പി ആയിട്ടാണ്. പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ബീഫിലേക്ക് ഉപ്പും എരിയും പുളിയും എല്ലാം പിടിച്ചിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. പ്രഷർ കുക്കർ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട കൂടി ചേർക്കുന്നുണ്ട്. ഒരുപാട് വലുതല്ല, ചെറുതാണ്. ഇനി ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉലുവയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവ് മതി. അതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ബീഫ് കറി ആയാലും ചിക്കൻ കറി ആയാലും നല്ല ടേസ്റ്റാണ്. അത് നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം. മുഴുവനായിട്ടും ചെറിയ ഉള്ളിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ 2 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ 1 കിലോയുടെ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എത്രയും എടുത്തിരിക്കുന്നത്. സവാളയും ഉള്ളിയൊന്നും ഒരുപാട് നമ്മൾ ചേർക്കുന്നില്ല. ഒരുപാടങ്ങ് ചേർത്താൽ ഉള്ളിയുടെ ഒരു മധുരം ഉണ്ടാകും. ഒരു വലിയ സവാളയും 1 കപ്പ് ചെറിയ ഉള്ളിയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ലായിരുന്നത് കൊണ്ട് ചുവന്ന മുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉള്ളി വഴറ്റിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ മൊത്തത്തിൽ കുക്കറിലാണിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഉള്ളി നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും 1 കുടം ചെറിയ വെളുത്തുള്ളിയും, ചെറിയ അല്ലിയുടെ 1 കുടം വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് എടുത്തിരിക്കുന്നതാണ്. പേസ്റ്റ് ആക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഇതുപോലെ ചതച്ച് എടുക്കുമ്പോഴാണ്. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കറിയാണ്. അതുകൊണ്ട് നമ്മളിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. പച്ച പെരിഞ്ജീരകം മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് ചതച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം നന്നായിട്ട് ഒന്ന് മാറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല. കറിവേപ്പില നമ്മൾ അവസാനമാണ് ചേർക്കുന്നത്. കുക്കറിൽ കറിവേപ്പില ഇട്ട് കുക്ക് ചെയ്തെന്നാണ് പറയുന്നത്. കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാൽവ് അടഞ്ഞിട്ട് കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞാൽ ഒരു നല്ലതായിട്ട് പഴുത്ത തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് വഴണ്ട് കിട്ടും. ഇതിലേക്ക് ഇപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് ചെറു തീയിലിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തക്കാളി നന്നായിട്ട് ആവിയൊക്കെ കയറി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി തവി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനിയാണ് നമ്മളിതിലേക്ക് ബീഫ് ചേർക്കാൻ പോകുന്നത്. നമ്മളിവിടെ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളതാണ്. കുറച്ച് നെയ്യുള്ളൊരു ബീഫാണ്. സാധാരണ നമ്മുടെ ഒരു വിചാരം ഇന്ത്യൻ ബീഫിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത് സ്വീഡിഷ് ബീഫാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഗ്രാസ് ഫെഡ് ആയിട്ടുള്ള ബീഫാണ്. അപ്പോൾ ഇതിൽ കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റിൽ ബീഫ് നമുക്കിവിടെ കിട്ടും. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് ബീഫിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. അതിനുശേഷം മാത്രം നമുക്കിതിലേക്ക് ആവശ്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നമുക്കിത് പ്രഷർ കുക്ക് ചെയ്ത് എടുക്കാം. നമ്മൾ മസാലയൊക്കെ ചേർത്തിരിക്കുന്ന കാരണം വെള്ളം ഒഴിക്കാതെ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. നമ്മളിവിടെ ഒരു 3/4 കപ്പോളം വെള്ളമാണ് ചേർക്കുന്നത്. തന്നെയല്ല ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ആയി ബീഫ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം അടപ്പ് വെച്ചിട്ട് അടയ്ക്കുക. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വിസിൽ തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ഈ ബീഫിന് കുറച്ചധികം വേവ് ഉണ്ടായിരുന്നു. ഞാനൊരു 6 മുതൽ 8 വിസിൽ വരെ എടുത്തിട്ടാണ് ബീഫ് വേവിച്ചെടുത്തിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നിങ്ങളുടെ എടുത്തിരിക്കുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം വേരി ചെയ്യാം. പ്രഷറൊക്കെ മുഴുവനായിട്ട് പോയതിന് ശേഷം നമ്മളിപ്പോൾ തുറന്നിട്ടുണ്ട്. മുകളിലേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർക്കുന്നത്.
നമ്മളിതിലേക്ക് ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഗരം മസാലയും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. സാധാരണ നമ്മൾ ബീഫ് സെപ്പറേറ്റ് വേവിച്ചിട്ട് മസാല സെപ്പറേറ്റ് വഴറ്റിയിട്ട് ചേർത്ത് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണിത്. കഷ്ണങ്ങളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിച്ചൊന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്